വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LPSA, UPSA, HSA ഫിസിക്കൽ സയൻസ്, സെറ്റ്, HST തുടങ്ങിയ പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന റിനൈസൻസ് ഓഫ് കേരള എന്ന് പറയുന്നതിൽ അടുത്തൊരു ലീഡറിനെ കുറിച്ചിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ലീഡറിന്റെ പേര് എന്ന് പറയുന്നത് KP വള്ളോൻ എന്നുള്ളതാണ്. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറെ പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് KP വള്ളോനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്നുള്ളത് നോക്കാം. ഇദ്ദേഹം ജനിച്ചത് 2 ജനുവരി 1894 ജനിച്ചത്. എറണാകുളം ജില്ലയിലെ മുളവൻകാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. അച്ഛന്റെ പേര് എന്ന് പറയുന്നത് പിഴങ്ങൻ എന്നുള്ളതാണ്. അമ്മയുടെ പേര് മാല എന്നുള്ളതാണ്. ഇദ്ദേഹം മരിച്ച വർഷം എന്ന് പറയുന്നത് 14 ഏപ്രിൽ 1940 എന്നുള്ളത് മനസ്സിലാക്കുക. ഇദ്ദേഹം എന്ന് പറയുന്നത് കൊച്ചിൻ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ മുമ്പുള്ള ഒരു സമയത്ത് എന്താണ് ഒരു സോഷ്യൽ റീഫോർമർ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിന് ഒരു സർനെയിം ഉണ്ട്, അതായത് വള്ളോമാൽസി എന്നുള്ളതാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര്. അതായത് ദ പേഴ്സൺ പോപ്പുലർലി നോൺ ആസ് വള്ളോമാൽസി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി സോഷ്യൽ റിവോൾട്ട്സ്, അതായത് സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് കൊച്ചിയിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു ലീഡറും കൂടിയായിരുന്നു ആര്? KP വള്ളോൻ എന്ന് പറയുന്നത്. കൂടാതെ 1931 1939 എന്നീ 2 വട്ടങ്ങളിലായിട്ട് ഇദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. പിന്നെ ഇദ്ദേഹം ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്നാണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത്. അതിന്റെ പേര് അധകൃതൻ എന്ന പേരിലുള്ള ഒരു മാഗസിനാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന് ഒരു സിസ്റ്റർ ഉണ്ട്. ഫസ്റ്റ് ദളിത് വുമൺ ഗ്രാജുവേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യമായി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ദളിത് വുമൺ ആണ്. ആ വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് ധക്ഷയാനി വേലായുധൻ എന്നുള്ളതാണ്. അതായത് വള്ളോമിന്റെ സിസ്റ്റർ ആണ്. പിന്നെ എന്താണ്, ഇവരൊരു മെമ്പർ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നതിൽ എന്താണ് ധക്ഷയാനി വേലായുധൻ എന്ന് പറയുന്നത് ഒരു മെമ്പറാണ്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡി ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ KP വള്ളോനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്? ബോൺ 2 ജാനുവരി 1894 എറണാകുളം ജില്ലയിലാണ്. മുളവൻകാട്. പിഴങ്ങൻ എന്നാണ് അച്ഛന്റെ പേര്. മാല എന്നാണ് അമ്മയുടെ പേര്. 14 ഏപ്രിൽ 1940 അദ്ദേഹം മരിച്ചിരുന്നു. കൊച്ചിൻ സ്റ്റേറ്റ് ഓഫ് കേരളയിലെ ഒരു സോഷ്യൽ റീഫോർമർ ആയിരുന്നു. വള്ളോമാൽസി എന്നാണ് അദ്ദേഹം പോപ്പുലർലി അറിയപ്പെട്ടിരുന്നത്. കൊച്ചിയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ സാമൂഹികമായിട്ടുള്ള വിപ്ലവങ്ങളിലും ഇദ്ദേഹം ലീഡർഷിപ്പ് എടുത്തിട്ടുണ്ട്. കൂടാതെ 1931-39 കാലഘട്ടങ്ങളിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 2 വട്ടം നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അധകൃതൻ എന്നറിയപ്പെടുന്ന ഒരു മാഗസിൻ എറണാകുളം ജില്ലയിൽ നിന്നും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സിസ്റ്ററിന്റെ പേരാണ് ധക്ഷയാനി വേലായുധൻ, മെമ്പർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്നും പോയിട്ടുള്ള ഒരു വനിതയാണ്. അതിന്റെ പേര് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പഠിക്കുമ്പോൾ നമുക്ക് സ്റ്റഡി ചെയ്യാം. എന്ന് മാത്രമല്ല ഫസ്റ്റ് ദളിത് വുമൺ ഗ്രാജുവേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യമായി ദളിത് വിഭാഗത്തിൽ നിന്നും ഗ്രാജുവേറ്റ് നേടിയിട്ടുള്ള വനിതയാണ് ആര്? ഈ KP വള്ളോൻ എന്നും പറയുന്നത്. KP വള്ളോന്റെ സിസ്റ്റർ ആയിട്ടുള്ള ധക്ഷയാനി വേലായുധൻ. സോ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്നത് പഠിച്ചിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു റിനൈസൻസ് ലീഡറിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യാം. ഓക്കെ, താങ്ക് യു.